കൊല്ലത്ത് ബി.ജെ.പിയിലെ പ്രബലർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിസ്സഹകരണം തുടരുന്നു. മുൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പ്രചരണത്തിന് ഇറങ്ങുന്നില്ല. ബി.ജെ.പി മുൻ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ഭാരവാഹി, വിവിധ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ബി. സുനിൽ മുതൽ ദിനേഷ് കുമാർ വരെ നിസ്സഹകരണ പട്ടികയിൽ ഉൾപ്പെടും. ആദ്യഘട്ടത്തിൽ മുന്നേറിയ ബി.ജെ.പി പ്രചരണം ഇപ്പോൾ പേരിനൊതുങ്ങിയെന്ന് ബി.ജെ.പി ജില്ലാ നേതൃത്വമായി അകലം പാലിക്കുന്നവർ പറയുന്നു. പ്രശ്നം പരിഹരിക്കാൻ ആർ.എസ്.എസ് ജില്ലാ നേതൃത്വം ഇടപെട്ടെന്ന് മാത്രമല്ല, നിരീക്ഷണത്തിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയെങ്കിലും ഫലം കാണുന്നില്ല. കൺവെൻഷനുകളിലും ചില ക്ഷേത്ര ദർശനങ്ങളും ഒഴിച്ചാൽ സ്ഥാനാർത്ഥി സാന്നിധ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒതുങ്ങിയെന്ന് ബി.ജെ.പിയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നു. അതേസമയം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 4 വോട്ടിന് ബി.ജെ.പി പരാജയപ്പെട്ട കൊല്ലം കോർപ്പറേഷൻ ആലാട്ടുകാവ് ഡിവിഷനിൽ പ്രചരണം ശോകമെന്ന് തെളിയിക്കുന്ന ബി.ജെ.പി മഹിളാ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തായി. വളരെ ശരിയായ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പം സ്ഥാനാർത്ഥി ജയിക്കണമെന്നല്ലല്ലോ, ഇവിടെ കുറേ ആൾക്കാർക്ക് ഫോട്ടോ എടുത്തങ്ങ് ഇട്ടാൽ മതി, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തോ പ്രവർത്തനം നടക്കുന്നു? ആ പള്ളിക്കാവ് ഏരിയയിലെ ഒരു വീട്ടിൽ ഒരു സമ്പർക്കം നടന്നിട്ടില്ല. പിന്നെ പോയിട്ട് ഒരു പോസ്റ്റർ ആ ഭാഗത്തെങ്ങും ഒട്ടിച്ചിട്ടില്ല. സൗത്ത് ഏരിയയിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. അവിടെ എങ്ങും ഒരു കാര്യം അറിയുന്നില്ല. ഒരു സ്ഥാനാർത്ഥി ആ ഭാഗത്ത് എങ്ങും വന്നതായിട്ടൊന്നും ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് പലരും വിളിച്ച് ഇന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഇത് ചോദിച്ച്, നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്തുകൂടെ ഈ ഭാഗത്തെങ്ങും വരുത്തവും ഒന്നുമില്ലയോ എന്ന്. ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ അവിടെ ആരും ഇല്ലയോ? ഒരു പോസ്റ്റർ ഒട്ടിക്കാനേ. ആലാട്ടുകാവിൽ തുടങ്ങിയ UDF ബി.ജെ.പി വോട്ട് കച്ചവടം തുടരുമെന്ന സൂചനയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ പ്രകടനമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ ആരോപിച്ചു. ബി.ജെ.പിയുടെ വോട്ട് കഴിഞ്ഞ 14-ലും 19-ലും അട്ടിമറിച്ച് UDFന് വിജയിക്കാൻ സാഹചര്യമുണ്ടാക്കിയതുപോലെ ഒരവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. കോർപ്പറേഷനിൽ തന്നെ അടുത്ത സന്ദർഭത്തിൽ നടന്ന മീനത്തുചേരി ഉപതെരഞ്ഞെടുപ്പിൽ 594 വോട്ട് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്ന ആ വോട്ട് അട്ടിമറിച്ച് 44 വോട്ടായി ബി.ജെ.പി ചുരുങ്ങുകയും പ്രേമചന്ദ്രൻ നിശ്ചയിച്ച് നിർത്തിയ RSPയുടെ UDF സ്ഥാനാർത്ഥി വിജയിക്കുകയുമാണ് ഉണ്ടായത്. ആ നിലയിൽ ഒരു വോട്ട് കച്ചവടമാണ് ഇപ്പോഴും ലക്ഷ്യമാക്കിക്കൊണ്ട് 14-ലും 19-ലും ആവർത്തിച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ജില്ലയിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തുടരാൻ പോകുന്ന അവസ്ഥ. വോട്ടെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ കൊല്ലത്തെ ബി.ജെ.പി പ്രചരണം ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയായെന്നാണ് ആക്ഷേപം. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.